ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകുമെന്നറിയുന്നു. നന്ദിപ്രമേയ ചർച്ച പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ പാസാക്കിയെന്നും പ്രതിപക്ഷം ഉന്നയിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. പ്രധാനമന്ത്രി ലോക്സഭയിലേക്ക് വരേണ്ട എന്ന് സ്പീക്കർ നേരത്തെ അറിയിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അദ്ദേഹം ലോക്സഭയിൽ എത്തിയില്ല, എന്നാൽ അദ്ദേഹം രാജ്യസഭയിൽ പ്രസംഗം നടത്തുകയും ചെയ്തു. പറയൂ ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ 4 ദിവസമായി അസ്വാഭാവികമായ സംഭവങ്ങളാണ് ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും അതിനെ തുടർന്ന് താൻ പ്രധാനമന്ത്രിയോട് സഭയിൽ വരേണ്ടതില്ല എന്ന് പറയുകയായിരുന്നു. അദ്ദേഹം അത് അംഗീകരിച്ചാണ് ലോക്സഭയിൽ പ്രസംഗിക്കാൻ എത്താതിരുന്നത് എന്നും സ്പീക്കർ ഓം ബിർള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ചില നീക്കങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു എന്നാണ് സ്പീക്കർ സഭയിൽ പറഞ്ഞത്. അത് മുൻപ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു നടപടിയാണ്. ഈ വിഷയം എന്തായാലും പാർലമെന്റിൽ ശക്തമായ ആയുധമായി ഉന്നയിക്കാൻ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. അതിനിടെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉന്നയിക്കുന്ന വിഷയങ്ങൾ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടു. ഒപ്പം തന്നെ ഇന്ത്യ US കരാറുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്താൻ സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഒപ്പമാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കാതെ നന്ദി പ്രമേയം ശബ്ദ വോട്ടിനിട്ട് പാസാക്കിയ നടപടിയും ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയങ്ങൾ പ്രതിപക്ഷം ശക്തമായി സഭയിൽ ഉന്നയിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ലോക്സഭാ സ്പീക്കറുടെ ആരോപണം. ഇത് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് അവസരമൊരുങ്ങും ഇന്നും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇന്ന് ബജറ്റിന്മേലുള്ള പൊതുചർച്ച ആരംഭിക്കാനായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോക്സഭയിൽ. എന്നാൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് ലോക്സഭ എത്രത്തോളം കടക്കാൻ കഴിയും എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ മുൻകൂട്ടി പറയാൻ കഴിയില്ല. അത്രത്തോളം രോഷാകുലരാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും. അത് തെളിവുകൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എസ് കെ എൻ. നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.